പക്ഷേ കമ്പനി സക്സസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എഫേർട്സും സെയിൽസ് എഫേർട്ടും ഓൺലൈൻ മീഡിയ ത്രൂ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ പാനിക് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആസ് എ ബിസിനസ് ഓണർ ഓർ ആസ് എ മാർക്കറ്റിംഗ് മാനേജർ അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു ഗീവ് ദം ഇനഫ് സപ്പോർട്ട്. ആ ടാർഗറ്റ് എത്താനുള്ള, ഒരിക്കലും ടാർഗറ്റ് കുറച്ച് കൊടുക്കുക എന്നല്ല പറയുന്നത്, ആ ടാർഗറ്റ് എത്താനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മാർക്കറ്റിംഗ് കൊളാറ്ററൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഉള്ള മാർക്കറ്റിംഗ് കൊളാറ്ററൽസ് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇനി അവർ സ്വന്തം ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് എഫേർട്ട്. നമ്മുടെ ബിസിനസ് ഓണേഴ്സ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലീഡ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒത്തിരി പൈസ ലീഡ്സിലേക്ക് സ്പെൻഡും ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കൺവേർഷൻ അവർ വിചാരിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അധിക ബിസിനസ് ഓണേഴ്സും ഈ പരാതി പറയാറുണ്ട്. ശരിയാണ്, ലീഡ്സിന് എണ്ണം കുറേ കിട്ടുന്നുണ്ട്, പക്ഷേ കൺവേർഷൻ വരുന്നില്ല. എല്ലാവരും കുറ്റം പറയാൻ ലീഡ് ക്വാളിറ്റിനെയാണ്. അതായത് ലീഡ് ക്വാളിറ്റി മോശമാണെന്ന് പറയും. ഏതൊരു ഏജൻസിയും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണെങ്കിലും നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്കനുസരിച്ചിട്ടുള്ള, ആസ് എ ബിസിനസ് ഓണർ ഇഫ് ഐ എം ടോക്കിംഗ്, എനിക്കനുസരിച്ചിട്ടുള്ള ഓഡിയൻസിനെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നത്, ലീഡ് ജനറേറ്റ് ചെയ്യുന്നത്. ലീഡിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള റീസൺസ് പലതായിരിക്കും. റൈറ്റ്. സോ ഫസ്റ്റ് എഫേർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, കറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് ഈ രീതിയിൽ തന്നെയാണോ, അതിനെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ക്ലിയർ മെസ്സേജ് വരികയും ക്ലിയർ ആയിട്ട് പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്ത് തന്നെ നമ്മൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിനും മാർക്കറ്റിംഗ് എഫേർട്സും എടുക്കലാണ് അതിൽ വേണ്ടത്. രണ്ടാമതായിട്ട് ഈ ഫണൽ സിസ്റ്റം നമ്മൾ പറയാറുണ്ട്, മാർക്കറ്റിംഗ് സെയിൽസ് ഫണൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫണലിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗങ്ങളുണ്ട്. ആ മുകളിൽ വരുന്നതിൽ എവിടെ നിന്നാണ് നിങ്ങളുടെ സോഴ്സ്, വിച്ച് സോഴ്സ് ആർ യു ഗെറ്റിംഗ് ദ ലീഡ്സ് ഫ്രം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് പോയി കൃത്യമായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് പറ്റുന്ന രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് ക്വാളിറ്റി ലീഡ്സ്. അപ്പോൾ ലീഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മാർക്കറ്റിംഗ് ഒരു ഏജൻസിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേജിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആ പ്രൊഡക്റ്റുമായി മാച്ച് ആവുന്നുണ്ടോ, നമ്മുടെ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഈ മാർക്കറ്റിംഗ് എഫേർട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ലീഡ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് ഓണർ തീർച്ചയായിട്ടും നമ്മൾ ഈ ലീഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും പ്രോഫിറ്റ്സ് മാർജിൻസ് കൂടണം എന്നുള്ളത്. നമ്മളും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെയിൽസ് ടീമിലേക്ക് അപ്പോൾ ആ പ്രോഫിറ്റ് മാർജിൻ കൂടാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ട് സെയിൽസ് ടീം വർക്ക് ചെയ്യാനും അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് വയ്ക്കാനും നമ്മൾ ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്യും. പക്ഷേ ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല സെയിൽസ് ടീമും പാനിക് ആവും. ഈവൻ ബിസിനസ് ഓണേഴ്സ് ദെംസെൽവ്സ് നമ്മൾ അങ്ങനെ ടാർഗറ്റ് ഒന്നും കൊടുക്കാറില്ല ടീമിന് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാക്കിയിട്ടാണ് പറയുക. അപ്പോൾ ഈ ടാർഗറ്റ് എന്ന ഒരു വാക്കിനോടുള്ളൊരു പേടി, ഭയം, അതെങ്ങനെ നമ്മൾ നീക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെയിൽസ് ട്രെയിനിങ്സ് നടത്താറുണ്ട്. നമ്മൾ സെയിൽസ് ട്രെയിനിങ് നടത്തുമ്പം ഞാൻ സാധാരണഗതിയിൽ ആദ്യമേ സെയിൽസ് ടീമിനോട് ചോദിക്കാറുള്ളത്, അത് ചിലപ്പം 4 പേരാവാം, ചിലപ്പോൾ 30 പേരാവും. ഞാൻ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമുണ്ട്, നിങ്ങൾ ഈ പ്രൊഫഷൻ സീരിയസ് ആയിട്ടാണോ കാണുന്നത്? ദോസ് ഹു ആർ ലിസണിങ് ടു ദി പോഡ്കാസ്റ്റ്, നിങ്ങളൊരു സെയിൽസിലുള്ള ആളാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യമുള്ളതും ഏറ്റവും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്തൊരു പ്രൊഫഷനാണ് സെയിൽസ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ പ്രൊഫഷൻ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് വെച്ചാൽ, ഇഫ് സം പേഴ്സൺ, ഒരു സെയിൽസ്മാൻ അവരുടെ പ്രൊഫഷൻ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ ദാറ്റ് പേഴ്സൺ. ആക്ച്വലി അങ്ങനെയാണ് വേണ്ടത്. സ്വാഭാവികമാണ്, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ പാനിക് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആസ് എ ബിസിനസ് ഓണർ ഓർ ആസ് എ മാർക്കറ്റിംഗ് മാനേജർ അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു ഗീവ് ദം ഇനഫ് സപ്പോർട്ട്. ആ ടാർഗറ്റ് എത്താനുള്ള, ഒരിക്കലും ടാർഗറ്റ് കുറച്ച് കൊടുക്കുക എന്നല്ല പറയുന്നത്, ആ ടാർഗറ്റ് എത്താനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അത്യാവശ്യം മാർക്കറ്റിംഗ് കൊളാറ്ററൽസ് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇനി അതും അല്ലെങ്കിൽ ഉള്ള മാർക്കറ്റിംഗ് കൊളാറ്ററൽസ് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ, ഇനി അവർ സ്വന്തം ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കണം. സോ ഇറ്റ് ഇസ് നൗഡേയ്സ് സെയിൽസിൻ്റെ ആളുകൾ നമ്മൾ കമ്പനി കൊടുക്കുന്ന ലീഡ് വിളിച്ചിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് വരുന്ന ലീഡ് കൊണ്ട് മാത്രം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. If you want to achieve target and you have to perform and you have to excel in your sales career, you have to generate your own leads. നമ്മളെ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ലീഡ് ജനറേറ്റ് ചെയ്യാനും ക്യാമ്പയിൻസ് റൺ ചെയ്യാനും നമ്മളുടെ സ്വന്തം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് സോഴ്സിൽ
നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ പല സമയത്തും ടാർഗറ്റ്. അപ്പോൾ പക്ഷേ അധികം ആൾക്കാർ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പാനിക് ആവാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ചെയ്യാത്തതാണ്. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ഓൾ ദീസ് ബാക്ക്ഗ്രൗണ്ട് വർക്ക്, ടാർഗറ്റ് എന്നുള്ളത് ഈസ് എ മോട്ടിവേഷൻ ഫോർ എ സെയിൽസ് പേഴ്സൺ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. അണ്ടർസ്റ്റാൻഡ്. നേരത്തെ പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, ഫണൽ എന്ന്. അതായത് ഒരു ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കേണ്ടതാണ് മാർക്കറ്റിംഗ് ഫണൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഫണൽ എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളുടെ ഇവിടെ നമ്മളൊരു സെയിൽസ് ഒരു ഏകദേശം ഒരു 8 കണക്കിനൊക്കെ നമ്മളിങ്ങനെ ചെയ്തു പോകും. പക്ഷെ ഫണൽ എക്സാക്ട്ലി നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഫണൽ പഠിപ്പിച്ചു കൊടുക്കാനും അങ്ങനത്തെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് നമുക്ക് സ്കിൽ ക്വസ്റ്റിൽ ഉണ്ടോ? തീർച്ചയായിട്ടും. ഫണൽസ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിന് മുമ്പേ എന്താണ് ഫണൽ എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ഞാൻ പറയാം. ഫണൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു ആക്ച്വലി ഫണൽ പോലെ തന്നെയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ലീഡ്സ് വരുന്നത്, ഏതൊക്കെ ചാനൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ വരുന്ന ലീഡിനെ പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പിലൂടെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് കൺവേർഷനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഫണലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെയിൽസ് ഫണൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ആർ ഡൂയിങ് വെബിനാർ. നമ്മൾ വെബിനാർസ് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് വെബിനാർസ് ചെയ്യാറുണ്ട്. ആ വെബിനാർസിൽ ഇനി വരാൻ പോകുന്ന ഒരു വെബിനാർ ഈസ് അബൌട്ട് ഫണൽസ്. അപ്പോൾ അതും റെഗുലർലി വി വിൽ ബി കണ്ടിന്യൂയിങ് ആൻഡ് വിൽ ബി റിപ്പീറ്റിംഗ് ആൻഡ് വിൽ ബി ആഡിങ് മോർ ആൻഡ് മോർ ഐഡിയാസ് ടു ദി ഫണൽസ്. അപ്പോൾ അങ്ങനെ വെബിനാർസ് ഉണ്ട്. വെബിനാർസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ഹാവ് ടു ഫോളോ അവർ ചാനൽ ആൻഡ് ഓൾസോ വിൽ ഹാവ് ടു ജോയിൻ അവർ കമ്മ്യൂണിറ്റി. സോ വി ആർ ഗിവിംഗ് ദാറ്റ്. നേരത്തെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെയാണ് ബിസിനസ് ഓണേഴ്സിന് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ അതിനെ കൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജസ്? ഇത് ബേസിക്കലി ഇത് സിമ്പിളായിട്ട് മനസ്സിലാവാൻ ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്കറിയില്ല ഇഫ് യു ഹാഡ് ദാറ്റ്. നമ്മുടെ നാട്ടിൽ പണ്ട് റാഫൽസ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു ഷീറ്റ് തരും, അതിൽ കുറേ പേര് എഴുതാനുള്ള സ്ഥലങ്ങളുണ്ടാവും. ആ പേര് എഴുതുന്ന ഒരാൾ 30 രൂപ 50 രൂപ വെച്ചിട്ടൊക്കെ നമുക്ക് തരിക. സം കോസിന് വേണ്ടി നടത്തുന്നതായിരിക്കും. എന്നിട്ട് അതിൽ ലക്കി ഡ്രോ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനൊക്കെ കുട്ടിയാവുന്ന സമയത്ത് ഈ റാഫൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് ചെല്ലുന്ന ആദ്യത്തെ ഒരു 3-4 പേരുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളത് കൊണ്ടു ചെല്ലുന്നത് വെച്ചാൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് എന്തായാലും അവരിത് ഫില്ല് ചെയ്യും, കാശ് തരും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. ആസ് എ ബിസിനസ് ഓണർ യു ഷുഡ് ഹാവ് സം പീപ്പിൾ ലൈക്ക് ദിസ്. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സർവീസസ് പർച്ചേസ് ചെയ്യാൻ, നിങ്ങളുടെ സർവീസസിലേക്ക് നിങ്ങൾ പറയുമ്പോൾ കൺവിൻസ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്. ഇത് എസ്പെഷ്യലി പ്രൊഡക്റ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ്. സർവീസിലും ഉണ്ട്, പക്ഷേ സ്റ്റിൽ പ്രൊഡക്റ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്കും കമ്മ്യൂണിറ്റി ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ്. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്? സ്ലോ ആയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ അവരെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യണം. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ് നോട്ട് ബി എ വാട്സപ്പ് കമ്മ്യൂണിറ്റി. വി ഷുഡ് ഹാവ് എ മെയിൽ ലിസ്റ്റ് ഓർ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല. ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് അതാണ് ആ പ്രോസസ്സ്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. വെൻ എവർ യു ആർ ലോഞ്ചിങ് സംതിങ് ന്യൂ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു നിങ്ങളുടെ ഒരു പുതിയ ടൈപ്പ് വന്നു, ആരെങ്കിലുമായിട്ട് പുതിയ കൊളാബറേഷൻസ് വന്നു, ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇത് റിലീസ് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ്. ആദ്യം റിലീസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി റിലീസ് ചെയ്യുമ്പോൾ ഗുണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരെന്നുള്ളത്. അപ്പോൾ പിന്നെ മാത്രമല്ല ഇവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ റെഫറൽസ് ആയിട്ടും നമ്മുടെ അംബാസഡേഴ്സ് ആയിട്ടും മാറാൻ പോകുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. സോ കമ്മ്യൂണിറ്റി ബിൽഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ സർവീസ് ഇൻഡസ്ട്രിയിലായിട്ടുള്ള ഒരാളാണെങ്കിലും പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ആളാണെങ്കിലും വി ഹാവ് ടു ബിൽഡ് ദാറ്റ് കമ്മ്യൂണിറ്റി. അതെങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം, വിച്ച് വി ക്യാൻ ഹെൽപ്പ് ദം, നോ പ്രോബ്ലം. ഓക്കെ. ഈ ഒരു ഏരിയയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ സെയിൽസ് നടക്കുന്നത് ഒരു ബന്ധങ്ങളുടെ മുകളിലാണ്. റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ് സെയിൽസ്. ആ റിലേഷൻഷിപ്പ് ബേസ്ഡ് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് സിസ്റ്റം ബേസ്ഡ് ആയിട്ടൊന്ന് മാറാൻ സാധിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ബിസിനസ് ഓണേഴ്സിന് പറഞ്ഞു കൊടുക്കാം? സെയിൽസ് റിലേഷൻസ് ബേസ്ഡ് ആണ് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സർക്കിൾ നമ്മുടെ റിലേഷൻസിലുള്ള ആളുകൾ, ഇപ്പോൾ ഫ്രണ്ട്സ് ആവാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ കമ്പനി സക്സസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എഫേർട്സും സെയിൽസ് എഫേർട്ടും ഓൺലൈൻ മീഡിയ ത്രൂ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സോ ഇതിൽ നിന്ന് മാറാൻ എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല, മാറരുത്. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ദർ. നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിൾ എപ്പോഴും അവിടെ ഉണ്ടാവണം. പക്ഷേ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വി ഓൾവേസ് സജസ്റ്റ് ടു അവർ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, എല്ലാ മാസവും എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാവണം. എന്തെങ്കിലും അനക്കം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമുക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. എല്ലാ മാസവും എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ മാസവും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പേജസിലും നമ്മുടെ ബിസിനസ്സിലും
ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം ഉണ്ടാവണം. അപ്പം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, ചില ഷോറൂം പുതുക്കി പണിതു വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു, ലോഗോ മാറ്റി വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു, വിഷൻ മാറ്റി വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു. ഈ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസോ ഇവൻറ്റ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. കാരണം ഒരു ഇളക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വി ആർ എക്സിസ്റ്റിംഗ് ഹിയർ, വി ആർ സ്റ്റിൽ ഹിയർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ സിമിലർ ടു ദാറ്റ്, നിങ്ങളുണ്ട് എന്നുള്ളത്, എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പുതിയ പുതിയ ഓഡിയൻസിലേക്ക് എത്തുന്നു എന്നുള്ളതും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയമില്ലാത്ത, ഓൾറെഡി നമ്മുടെ സർക്കിളിലോ കമ്മ്യൂണിറ്റിയിലോ ഇല്ലാത്ത ആളുകളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ക്ലിയർലി ക്രിയേറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേഷൻസിൻ്റെ പുറത്തുള്ള ആളുകളുടെ തരത്തിലുള്ള ഒരു ലീഡ് ജനറേഷനും കൺവേർഷനും ഇസ് പോസിബിൾ. All right, so final question. Business owners who are looking out to grow their sales, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ളതായിട്ടുള്ള ഒരു സെയിൽസ് ടീമിനെ റെഡി ആക്കാനോ അല്ലെങ്കിൽ സിസ്റ്റം സ്ട്രീം ലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെയിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്ന ബിസിനസ് ഓണേഴ്സിന് സ്കിൽ ക്വസ്റ്റിന് കൊടുക്കാൻ പറ്റിയ സർവീസസ് അല്ലെ എങ്ങനെയാണ് സ്കിൽ ക്വസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? വി ഹാവ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പം അതൊരു മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാം അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം സെയിൽസ് ടീമിന് മോട്ടിവേഷൻ ആവശ്യമാണ്. പക്ഷേ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പ്യുവർലി സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരിക്കണം. പ്ലസ് അവർ എക്സിസ്റ്റിംഗ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരെ ചെയ്യാനുള്ളൊരു അവർക്കൊരു എന്താ പറയുക ഇൻപുട്ട് അവർക്ക് കിട്ടണം. സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈ സാധനം ഒരു ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. സ്കിൽ ക്വസ്റ്റ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, നമ്മൾ കൺസൾട്ടേഷൻസ് ചെയ്യാറുണ്ട്, ഒക്കെ ശരിയാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാം സെയിൽസിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ മിനിമം 4 സെഷൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ 4 സെഷൻസിൽ ഒരു സെയിൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്സെൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ക്രോസ് സെൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒബ്ജെക്ഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള 4 സെഷൻസും. ഈ 4 സെഷൻ ഉണ്ടാകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ, ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം നെക്സ്റ്റ് സെഷൻ മേ ബി ഒരു 1 വീക്ക് ഓർ 2 വീക്സ് ബാക്ക് കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ സെഷനിലുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്ത് എത്രത്തോളം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി, അങ്ങനെ 4 സെഷൻ മുതൽ 16 സെഷൻസ് വരെയുള്ള പാക്കേജസ് ഓഫ് സെയിൽസ് ട്രെയിനിങ് ഇസ് അവൈലബിൾ ഫോർ അസ്. ആൻഡ് ഇതിന് ഓഡിയൻസിൻ്റെ കാര്യം പ്രശ്നമില്ല. നിങ്ങൾക്ക് 4 പേരെ സെയിൽസ് പേഴ്സൺസ് ഉള്ളൂ എങ്കിലും, നിങ്ങൾക്ക് 30 പേര് സെയിൽസ് ടീം ഉണ്ടെങ്കിലും, ഇനി 50 പേരുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിലും ഇതേപോലത്തെ സെഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഇതുവരെ ചെയ്ത എല്ലാ ഓൺടർപ്രണേഴ്സും നമ്മളോട് അഗ്രി ചെയ്തതാണ്, ദർ ഹാസ് ബീൻ എ ഷിഫ്റ്റ് ഇൻ ദ വേ ദർ സെയിൽസ് ടീം ഇസ് പെർഫോമിംഗ്. Excellent. സോ ആ രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് we can do for business owners. And you also support the business owner എങ്ങനെയാണ് സെയിൽസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, എന്ത് ടൂൾസ് ആണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും കൂടി നമ്മൾ? Definitely we have our courses, and also of course we help business owners to evaluate the sales. അതിനൊക്കെ KPIസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഏത് രീതിയിൽ അത് ചെയ്യണം എന്നുള്ളതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇറ്റ് കംസ് ഇൻ എ ഡിഫറെൻറ്റ് വേ, ഇറ്റ് കംസ് ഇൻ എ ഡിഫറെൻറ്റ് സർവീസ്, ദാറ്റ് ഇസ് കൺസൾട്ടിങ്. നമ്മുടെ കൺസൾട്ടിങ് സർവീസിൽ വരുന്നതാണ്. ട്രെയിനിങ്ങിൻ്റെ കേസ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ വി ആർ റെഡി ടു ഹെൽപ്പ് എനി ബിസിനസ് ഓണർ ഹു വാണ്ട് ടു എക്സൽ ഇൻ ദെയർ ബിസിനസ്. സെയിൽസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി ബിസിനസ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ബാക്ക് ബോൺ ആണ് സെയിൽസ്. സോ ഫോർ എനി കൈൻഡ് ഓഫ് സെയിൽസ് ഇംപ്രൂവ്മെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ടീം ആവട്ടെ, സെയിൽസിൻ്റെ സിസ്റ്റം ആവട്ടെ, ഇനി അതുമല്ല എങ്ങനെയാണ് കൃത്യമായിട്ട് സെയിൽസ് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാനാണെങ്കിലും ഡു ഗെറ്റ് ബാക്ക് ടു us, because at Skill Quest we have customized training programs, sales coaching programs, and also leader specific accountability programs. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും സെയിൽസ് തീർച്ചയായിട്ടും കൂട്ടാൻ വേണ്ടിയിട്ടും ഡു ഗെറ്റ് ബാക്ക് ടു us.